ദൈവത്തിൻ്റെ അത്യുന്നതമായ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ വളരെ പ്രത്യേകതയും സുപ്രധാനവുമായൊരു പഠന പരമ്പരയുടെ 37ാമത്തെ അവതരണത്തിലാണ് നാം ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് റോമ ലേഖനത്തിൽ നിന്നാണ്. റോമർക്ക് എഴുതിയ ലേഖനം ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തിയ പുതിയ നിയമത്തിലെ സുപ്രധാനമായ അടിസ്ഥാന വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ലേഖനം. ഈ ലേഖനത്തിൻ്റെ 2ാം അധ്യായത്തിൽ യഹൂദ സമൂഹത്തോട് ദൈവത്തിൻ്റെ ആത്മാവിൽ അപ്പോസ്തലൻ ഇടപെടുകയാണ്. അവർക്ക് വരാനിരിക്കുന്ന ന്യായവിധിയെക്കുറിച്ച് വെളിപ്പെടുത്തി. പുറജാതികൾക്ക് ദൈവത്തിൻ്റെ ക്രോധം വരുവാൻ കാരണമായി. കാരണം അവരുടെ നന്ദികേടും ദൈവനിന്ദയും അനുസരണക്കേട് നിമിത്തം. ഇത് കേട്ട യഹൂദന്മാർ ഒരുപക്ഷെ അവരെ തന്നെ ഉയർത്തി ചിന്തിച്ചു. പക്ഷെ പൗലോസ് അപ്പോസ്തലരുടെ ദൈവാത്മാവ് പറഞ്ഞു, അന്യനെ വിധിക്കുന്ന നിനക്ക് ദൈവത്തിൻ്റെ ന്യായവിധിയിൽ നിന്ന് തെറ്റിയൊഴിയാൻ പറ്റില്ല. ഇതേ വിധി തന്നെ നീ നേരിടുകയാണ്. ഇത്രയധികം പദവികളും വിശേഷതകളും പ്രയോജനങ്ങളും അനുഗ്രഹങ്ങളും വെളിച്ചവുമെല്ലാം ലഭിച്ച യഹൂദ സമൂഹവും ദൈവത്തിൻ്റെ ന്യായവിധിയിൽ നിന്ന് തെറ്റിയൊഴിയില്ല. ന്യായവിധിയുടെ വിവിധ വശങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ന്യായവിധി ദൈവം വെച്ചിരിക്കുന്ന പദ്ധതിയാണ്. ഭൂമിയിലെ നമ്മുടെ ജീവിതം ന്യായം വിധിക്കപ്പെടും. നമുക്കിഷ്ടമുള്ള പോലെ ജീവിച്ച് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പോകാൻ പറ്റില്ല. നമ്മുടെ ജീവിതം എങ്ങനെ നാം ജീവിച്ചു, നമുക്ക് ലഭിച്ച സമയം, സമ്പത്ത്, ബന്ധങ്ങൾ, ഇതെല്ലാം നാം എങ്ങനെ വിനിയോഗിച്ചു, ഏത് തരത്തിലാണ് നമ്മുടെ ജീവിതത്തെ കൈകാര്യം ചെയ്തത്, ഇത് നാം ഒരിക്കൽ കണക്ക് പറയേണ്ടി വരും. അതുതന്നെയാണ് ന്യായവിധി. നാം എങ്ങനെയാണ് നമുക്ക് ലഭിച്ച അനുഭവങ്ങളും സാഹചര്യങ്ങളും അവസ്ഥകളും കൈകാര്യം ചെയ്തത്. എല്ലാ വിഷയത്തിനും ഓരോ നിസ്സാര വാക്കിനും ഉത്തരം പറയണമെന്ന് ക്രിസ്തു പറഞ്ഞു. അപ്പോൾ നമ്മുടെ ജീവിതം ഒരു പരിശോധന വിധേയമാക്കപ്പെടും. സൂക്ഷ്മ പരിശോധന നടക്കും. ന്യായവിധി നേരിടും. എന്താണ് ന്യായവിധിയുടെ വിവിധ വശങ്ങൾ നാം കണ്ടു. മറ്റുള്ളവരെ വിധിച്ചുകൊണ്ട് സ്വന്തം ജീവിതത്തെ കാണാതെ പോകുന്നവർ ദൈവത്തിൻ്റെ ന്യായവിധി തീർച്ചയായും നേരിടും. അന്യരെ വിധിക്കുന്ന മനുഷ്യനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത് 2ാം അധ്യായത്തിൽ. അതുകൊണ്ട് മറ്റുള്ളവരെ കുറ്റം വിധിക്കുന്ന, മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും ചൂണ്ടിക്കാട്ടുന്ന തരത്തിൽ അതിനുവേണ്ടി കൂടുതൽ ഉത്സാഹം കാണിക്കുന്ന മനുഷ്യൻ. പൗലോസ് തീർച്ചയായും അങ്ങനെയുള്ളവർ ദൈവത്തിൻ്റെ ന്യായവിധി വിട്ടോടാൻ പറ്റില്ല. അവർ ന്യായം വിധിക്കപ്പെടും. ദൈവത്തിൻ്റെ ന്യായവിധി വ്യക്തിപരമാണ്. ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ അപരാധങ്ങളും അകൃത്യങ്ങളും തിന്മകളും പാപങ്ങളും തെറ്റുകളും അത് ദൈവം ന്യായം വിധിക്കും. അത് പരിഹരിച്ചില്ല എങ്കിൽ ഈ ജീവിതയാത്രയിൽ തന്നെ നമുക്ക് സംഭവിച്ച തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ദൈവസന്നിധിയിൽ നിരപ്പായി മാനസാന്തരത്തോടെ ദൈവസന്നിധിയിൽ സമ്മതിച്ച് നിരപ്പായി മാനസാന്തരപ്പെടേണ്ടവരുമായി അല്ലെങ്കിൽ നിരപ്പാകേണ്ടവരുമായി നിരപ്പായില്ല എങ്കിൽ വ്യക്തിപരമായി തന്നെയാണ് നാം ന്യായവിധി നേടാൻ പോകുന്നത്. നമുക്ക് ആരെയും കൊണ്ടുപോകാൻ പറ്റില്ല. നമുക്ക് വേണ്ടി ജാമ്യം പറയാൻ ആരെയും കൊണ്ടുപോകാൻ പറ്റില്ല. ന്യായവിധി സത്യത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഏതെങ്കിലും കേട്ടുകേൾവിയുടെയോ അനുമാനങ്ങളുടെയോ ഊഹങ്ങളുടെയോ അടിസ്ഥാനത്തിലല്ല. സത്യം, ദൈവത്തിൻ്റെ ന്യായവിധി സത്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. 4ാമതായി നമ്മൾ കണ്ടു, ഈ ന്യായവിധിയിൽ നിന്ന് ആർക്കും ഒഴിവാകാൻ പറ്റില്ല. എല്ലാവരെയും നേരിടേ പറ്റൂ ഈ ന്യായവിധി. 5ാമതായി വളരെ പ്രധാനമായിട്ട് ദൈവത്തിന് നമ്മുടെ മേൽ നീട്ടിയ ദയ, കരുണ, അത് നാം എങ്ങനെ കൈകാര്യം ചെയ്തു. നമ്മളെ ഉടൻ ശിക്ഷിക്കാൻ നമുക്ക് സമയം അനുവദിച്ചു, അവസരങ്ങൾ അനുവദിച്ചു. അതിന് നാം എങ്ങനെയാണ് കണ്ടത്, വിലയിരുത്തിയത്, എങ്ങനെയാണ് അതിൻ്റെ അനുഭവം ജീവിതത്തിൽ നമ്മൾ നേടിയത്, അത് പ്രത്യേകമായി ദൈവം ന്യായവിധിയിൽ പരിഗണിക്കും. ദൈവം നമ്മൾ ചെയ്ത തിന്മയ്ക്കും പാപത്തിനും തക്കവണ്ണം ഉടൻ പരിഹാരം തരാതെ ചില വർഷങ്ങൾ നീട്ടിത്തന്നു, ചില സമയങ്ങൾ നീട്ടിത്തന്നു നമ്മുടെ മടങ്ങി വരവിനായി. പക്ഷെ നാം അതിനെ എങ്ങനെ കണ്ടു, എങ്ങനെ കൈകാര്യം ചെയ്തു. 6ാമതായി നമ്മൾ കണ്ടത് ന്യായവിധി ഇപ്പോൾ സംഭവിക്കുന്നത് മാത്രമല്ല, ഭാവിയിലും ഒരു ദിവസം നിശ്ചയിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ന്യായവിധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നാം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ന്യായവിധി നാം കടന്നു പോവുകയാണ്. 7ാമതായിട്ട് നമ്മൾ കണ്ടത് അനുതാപമില്ലാത്ത ഹൃദയം, പശ്ചാത്താപമില്ലാത്ത ഹൃദയം, കഠിന ഹൃദയം. ദൈവത്തിൻ്റെ ന്യായവിധിയിൽ ദൈവം പ്രത്യേകമായി പരിഗണിക്കുന്ന ഇങ്ങനെയുള്ള അവസ്ഥകൾ. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടു, അവസരങ്ങൾ തന്നു, കൈനീട്ടി വിളിച്ചു. ദൈവം നമ്മുടെ ജീവിതത്തിന് പാപവഴിയിൽ തടസ്സം നിന്നു നമ്മൾ തിരിഞ്ഞു വരാൻ. പക്ഷെ നമ്മൾ അനുതാപമില്ലാത്ത ഹൃദയം, നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകൾക്കും പാപങ്ങളെക്കുറിച്ച് നമുക്ക് യാതൊരു അനുതാപവുമില്ല, ഒരു പശ്ചാത്താപവുമില്ല. തെറ്റായിട്ട് കാണാൻ കഴിയുന്നില്ല. യേശയ്യാ പറഞ്ഞ പോലെ തെറ്റിനെ ശരിയെന്നും വെളിച്ചത്തെ ഇരുട്ടെന്നും മറ്റും വിളിക്കുന്ന തരത്തിൽ നമ്മൾ തരം താണു. ഇതിന് ന്യായവിധി തീർച്ചയായും നേരിടുന്ന അവസ്ഥയാണത്. കഠിന ഹൃദയം. മാനസാന്തരത്തിലേക്ക് ദൈവം നടത്തും. തൻ്റെ ദയയും അതിൻ്റെ ദീർഘശാന്തിയും ഐശ്വര്യത്തോടെ നമ്മളെ നടത്തിയപ്പോൾ നമ്മളതിനെ തട്ടിക്കളഞ്ഞു. നമ്മൾ നമ്മുടെ പാപത്തെ ന്യായീകരിച്ചു. ഞാൻ ഇത്ര തെറ്റ് ചെയ്തിട്ട് ദൈവം എന്നെ ഒന്നും ഭസ്മമാക്കിയില്ലല്ലോ, കൊന്നുകളഞ്ഞില്ലല്ലോ, എന്നെ രോഗിയാക്കിയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം എൻ്റെ കൂടെ തന്നെയുണ്ട്, ഞാൻ ചെയ്തതൊന്നും തെറ്റല്ല എന്ന് പറഞ്ഞ് ന്യായീകരിച്ചപ്പോൾ കൂടുതലായിട്ട് അപകടത്തിലേക്ക് പോവുകയായിരുന്നു.
എട്ടാമതായി നമ്മൾ കണ്ടു, ദൈവം സകല മനുഷ്യൻ ന്യായം വിധിക്കും. സകല മനുഷ്യരും, അതാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടു, ന്യായവിധിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ 2-ാം അധ്യായം റോമാലേഖനം, ഓരോരുത്തന് അവനവൻ്റെ പ്രവൃത്തിക്ക് തക്ക പകരം ചെയ്യും. ഓരോരുത്തൻ, കുടുംബമായിട്ടല്ല, സമൂഹമായിട്ടല്ല, പ്രാദേശിക ഇടവകളായിട്ടല്ല, ഓരോരുത്തൻ വ്യക്തിപരമായിട്ട്. കൂടാതെ അതിൻ്റെ 9-ാം വാക്യം നമ്മൾ കണ്ടത്, ഏത് മനുഷ്യാത്മാവിനും, അവിടെ ആ പ്രയോഗം ശ്രദ്ധിക്കുക, ഏത് മനുഷ്യാത്മാവിനും. 10-ാമത്തെ വാക്യത്തിൻ്റെ പ്രയോഗം എന്താണ്? ഏവനും എന്ന വാക്കാണ്. നന്മ പ്രവർത്തിക്കുന്ന ഏവനും, തിന്മ പ്രവർത്തിക്കുന്ന ഏവനും, എല്ലാവരും ന്യായവിധി നേരിടേണ്ടി വരും. കൂടാതെ 11-ാമത്തെ വാക്യത്തിലും കാണുന്നു, ദൈവത്തിൻ്റെ പക്ക മുഖപക്ഷമില്ല, ന്യായപ്രമാണമില്ലാതെ പാപം ചെയ്തവരൊക്കെ ന്യായപ്രമാണം കൂടാതെ നശിച്ചു പോകും. യഹൂദനും യവനനും ഒരേപോലെ, രണ്ട് കൂട്ടരായിട്ട് വിഭാഗിച്ച് ലോകത്തെ ജനത്തെ, യഹൂദന്മാരും യഹൂദന്മാരല്ലാത്ത പുറജാതികളും സകലരും ന്യായവിധി നേരിടും. വെളിപാട് പുസ്തകം 20:12 നമ്മൾ കണ്ടു. മത്തായി 25:32 കൃത്യമായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തി. മത്തായി 25:32 സകല ജാതികളെയും അവൻ്റെ മുമ്പിൽ കൂട്ടും. ഇപ്പോൾ ന്യായവിധി സകല മനുഷ്യർ നേരിടും. ഇപ്പോൾ റോമലേഖനം 2-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം, ആ 3-ാം വാക്യത്തിലെ ചോദ്യം ഇന്നും പ്രസക്തമാണ്. എന്താണ് ആ ചോദ്യം? മനുഷ്യ, നീ ദൈവത്തിൻ്റെ വിധിയിൽ നിന്ന് തെറ്റി ഒഴിയും എന്ന് നനയ്ക്കുന്നുണ്ടോ? ഈ ചോദ്യം നമ്മളെ ശക്തമായി നേരിടുകയാണ്. നാം സ്വയം ചോദിക്കണം. സ്വയം ചോദിക്കുക, ഹേ മനുഷ്യ, നീ ദൈവത്തിൻ്റെ ന്യായവിധിയിൽ നിന്ന് തെറ്റി ഒഴിയും എന്ന് നീ ചിന്തിക്കുന്നുണ്ടോ? എന്നോട് തന്നെ ചോദിക്കുക, നിങ്ങളോട് നിങ്ങൾ ചോദിക്കുക. ലോകത്തിൻ്റെ കോടതികൾ, ഏറ്റവും പരമോന്നതമായ നീതിപീഠമാകട്ടെ, അത് സുപ്രീം കോടതിയോ മറ്റേത് കോടതിയാകട്ടെ, ആ കോടതിയിൽ നിന്ന് ചിലപ്പോൾ ചില കുറ്റവാളികൾ രക്ഷപ്പെട്ടെന്ന് വരും, ചില കുറ്റങ്ങൾ കണ്ടുപിടിച്ചില്ലെന്ന് വരും. ക്രൂരമായ കൃത്യം ചെയ്ത പലരും സമൂഹത്തിൽ മാന്യരായി ജീവിക്കുന്നുണ്ടാകും. അവർ ചെയ്ത ക്രൂരകൃത്യം ആരും കണ്ടുപിടിച്ചിട്ടില്ല. കുറ്റം ചെയ്തു, പക്ഷെ അവർ പിടിക്കപ്പെട്ടില്ല. അഥവാ പിടിക്കപ്പെട്ടാലും സമ്പന്നരായിട്ടുള്ള ചിലർ വളരെയധികം വില കൊടുത്ത് ന്യായാധിപന്മാരെയോ അഭിഭാഷകന്മാരെയോ അറ്റേർണീസിനെയോ വിലക്കെടുത്ത് അവർക്ക് വേണ്ടി വാദിച്ച് സാങ്കേതികത്വത്തിൻ്റെ പഴുതുകൾ കാണിച്ച് കുറ്റകൃത്യത്തിൽ നിന്ന് നിരപരാധികളായി രക്ഷപ്പെട്ടു. ചിലർ കുറ്റം വിധിക്കപ്പെട്ടു, കുറ്റക്കാരാണെന്ന് തെളിയിക്കപ്പെട്ടു, ജയിലിലേക്ക് അയച്ചാലും ജയിൽവാസം അനുഭവിക്കാതെ രക്ഷപ്പെട്ടെന്ന് വരും. പക്ഷെ ഇങ്ങനെയുള്ള യാതൊന്നും, ഇപ്രകാരമുള്ള യാതൊരു സാധ്യതകളും ദൈവിക ന്യായവിധിയുടെ മുമ്പിൽ നടക്കില്ല. ഒരു പാപവും ദൈവം കാണാതെ പോകില്ല. ലോകത്തിലെ കോടതികളും നിയമപാലകരും കാണാതെ പോയെന്ന് വരാം. പക്ഷെ ദൈവത്തിൻ്റെ ന്യായവിധിയിൽ ഒരു തിന്മയും ഒരു പാപവും ഒരു ചിന്തകളിൽ നിന്നുപോലെയുള്ള സംഭവിച്ച തിന്മയും കാണാതെ പോകില്ല. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ എബ്രായ ലേഖനം ഇങ്ങനെ പറയുകയുണ്ടായി, അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലവും അവൻ്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു, അവനുമായിട്ടാകും നമുക്ക് കാര്യമുള്ളത്. ഈ കാര്യം നാം ബോധ്യപ്പെട്ടാൽ നാം ജീവിത വിശുദ്ധിയിൽ മുന്നേറും. ഒളിച്ചുകളി അവസാനിക്കും. മരത്തണലിൽ ഒളിച്ചു കളഞ്ഞ ആദാം ഹവ്വയെപ്പോലെ ആകില്ല. അങ്ങനെ ദൈവത്തിന് കാണാം, ദൈവത്തിന് കേൾക്കാം. അത് വളരെ വലിയ സത്യമാണ്. ഒരു പാപിയും ന്യായവിധി ദിവസത്തിൽ മറഞ്ഞു നിൽക്കാൻ പറ്റില്ല, ഒളിച്ചു നിൽക്കാൻ പറ്റില്ല. വെളിപാട് 20:12 നമ്മൾ വായിച്ചതുപോലെ ആബാലവൃത്തം, മരിച്ചവർ ആബാലവൃത്തം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത് കണ്ടു. പുസ്തകം തുറന്നു, ജീവൻ്റെ പുസ്തകം എന്നുള്ള മറ്റൊരു പുസ്തകം തുറന്നു. പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതിന് ഒത്തവണ്ണം മരിച്ചവർക്ക് അവിടെ പ്രവർത്തികൾക്ക് അടുത്ത ന്യായവിധി ഉണ്ടായി. ആബാലവൃത്തം ജനം, സകല മനുഷ്യരും. ഒരു ഉപായം, ഒരു കള്ള വഴിയില്ല ദൈവവനത്തെ ഏതെങ്കിലും തരത്തിൽ നമുക്കറിയാം നിയമത്തിൻ്റെ അക്ഷരം ലംഘിക്കാതെ തന്നെ അതിൻ്റെ ഉദ്ദേശത്തെ പരാജയപ്പെടുത്തുന്നതിനുള്ള പരിഹാരമാണ് ഈ ലൂപ്പ് ഹോൾ, കള്ളവഴികൾ. നിയമത്തിൻ്റെ പഴുതുകൾ കണ്ടെത്തും വിദഗ്ധരായിട്ടുള്ള മനുഷ്യരുണ്ട്. പക്ഷെ ദൈവവനത്തിൻ്റെ ആ പരിശുദ്ധിക്ക് അതിനെതിരെ പ്രവർത്തിക്കാൻ ആർക്കും പറ്റില്ല. സദൃശവാക്യം സങ്കീർത്തനം 18:30 ഇപ്രകാരം ഒരു വേദഭാഗം വായിച്ച് കേൾക്കാം. സങ്കീർത്തനം 18:30, യഹോവയുടെ ദൈവത്തിൻ്റെ വഴി തികവുള്ളത്, യഹോവയുടെ വചനം ഊതിക്കഴിച്ചത്. ദൈവത്തിൻ്റെ വചനം അത്രയും പരിശുദ്ധമാണ്. അതിൻ്റെ അകത്തൊരു കള്ളവഴി, ഉപായം കണ്ടുപിടിക്കാൻ പറ്റില്ല.
ലോകത്തിലെ നിയമങ്ങളിൽ ലൂപ്പ് ഹോൾ, അതിൻ്റെ ഒരു പോക്ക് വഴി, ഒരു ഉപായ വഴി പല നിയമത്തിലും കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ ദൈവത്തിൽ പറ്റില്ല. അത് തികവുള്ളതാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. നരകത്തിൽ നിന്ന് ആർക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. മർക്കോസിൻ്റെ സുവിശേഷം 9:44 വാക്യത്തിൽ, മർക്കോസ് 9:44 ഇങ്ങനെ നമുക്ക് വായിച്ച് കേൾക്കാം. അവിടെ പറയുന്നത്, ഊനനായി ജീവനെ കടക്കുന്നത് 2 കൈയുള്ളവനായി കെടാത്ത തീയായി നരകത്തിൽ പോകുന്നതിനേക്കാൾ നിനക്ക് നല്ലത്. കെടാത്ത തീയായി നരകം, അതിൽ എല്ലാവരും പാപം ചെയ്തവൻ പോകേണ്ടി വരും, പോകാതിരിക്കാൻ പറ്റില്ല. ലൂക്കോസ് 16:26 പ്രകാരം, ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 26-ാം വാക്യം പറയുന്നത്, അത്രയുമില്ല, അവിടെ മരിച്ചുപോയ ആ യാചകൻ ധനവാൻ, 2 പേര് 2 സ്ഥലത്തിൽ, ഒരാൾ യാതനയുടെ സ്ഥലത്ത്, മറ്റൊരാൾ പർദീസ് അബ്രഹാമിൻ്റെ മടിയിൽ. യാതനയുടെ സ്ഥലത്ത് കിടക്കുന്ന ഈ ധനവാൻ തലയുയർത്തി അബ്രഹാമിൻ്റെ മടിയിലേക്ക് ലാസറിനെ കണ്ടപ്പോൾ, അവനെ എൻ്റെ അടുക്കിലേക്ക് നയിക്കണം, ലാസർ വില്ലിൻ്റെ അറ്റം വെള്ളത്തിൽ മുക്കി എൻ്റെ നാവിനെ തണുപ്പിക്കേണ്ടത് അവനെ അയക്കണം, ഞാൻ ഈ ജോലിയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു വിളിച്ചു പറഞ്ഞു. അപ്പോൾ അബ്രഹാം പറഞ്ഞു, നിൻ്റെ ആയുസ് നീ അനുഭവിച്ചത് നീ ഓർക്ക്. അവനെന്താണ് അനുഭവിച്ചത്? അവനിപ്പോൾ ഇവിടെ ആശ്വസിക്കുകയാണ്. പക്ഷെ അവൻ്റെ ആയുസ്സിൽ പട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കൂട്ട് വ്രണങ്ങൾ പൊട്ടി ഒലിച്ചപ്പോൾ നീ ഒരു നേരത്തെ ആഹാരം പോലും, അവശേഷിച്ച ആഹാരം പോലും നീ കൊടുക്കാൻ മനസ്സ് കാണിച്ചില്ല. ഇപ്പോൾ നീ അവൻ്റെ വിരലിൻ്റെ അഗ്രം വെള്ളത്തിൽ മുക്കി അവൻ്റെ വിരൽ കൊണ്ട് നിൻ്റെ വായിൽ തൊട്ട് നിന്നെ ആശ്വസിപ്പിക്കാൻ നീ ആഗ്രഹിക്കുന്നു. നമുക്ക് എത്രമാത്രം വ്യത്യസ്തമാണ്. എല്ലാം തലതിരിഞ്ഞു. ഭൂമിയിൽ കണ്ടതല്ല, ഭൂമിയിൽ സംഭവിച്ചതല്ല, മരണത്തിന് അപ്പുറമുള്ള അവസ്ഥ. അതിന് മറുപടി പറഞ്ഞു അബ്രഹാം വ്യക്തമായി 26-ാം വാക്യത്തിൽ, അത്രയുമല്ല, ഞങ്ങൾക്കും നിങ്ങൾക്കും നടുവേ വലിയൊരു പിളർപ്പുണ്ടാക്കിയിരിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുക്കൽ വരുവാൻ ഇച്ഛിക്കുന്നവർക്ക് കഴിവില്ല, അവിടെ ഞങ്ങളുടെ അടുക്കൽ വരുവാൻ കഴിയില്ല. മരിച്ചവർക്ക് പിന്നെ തിരിച്ചു വരാൻ പറ്റില്ല. ദൈവവചനം പറയുന്നതാണ്. ബാക്കിയെല്ലാം മനുഷ്യനെ കണ്ടുപിടുത്തുള്ള ഊഹങ്ങളുമാണ്, സത്യമല്ല. അപ്പം ജീവിതത്തിൽ പലപ്പോഴും അനിശ്ചിതത്വങ്ങളാണ്. എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു നിശ്ചയമില്ലാത്ത ജീവിതമാണ്. ഒരിടത്തു നിന്ന് ഇറങ്ങി തിരിച്ച് അവിടെ എത്തുമോ എന്ന് ഉറപ്പില്ല. ആ പോകുന്ന വഴിയിൽ ആ വാഹനത്തിന് എന്ത് സംഭവിക്കാം? നമുക്ക് തന്നെ ഒരുപക്ഷെ ജീവൻ പോയെന്ന് വരാം. ഒന്നിനെക്കുറിച്ച് നിശ്ചയമില്ല. പക്ഷേ നിശ്ചയമുള്ള ചിലതുണ്ട്. എന്താണ്? ന്യായവിധി. അത് നിശ്ചയം. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. നിശ്ചയമുണ്ട്. എങ്ങനെ മരിച്ചാലും ഏത് പ്രായത്തിൽ മരിച്ചാലും ന്യായവിധി നിശ്ചയമുള്ളതാണ്. എല്ലാവരും അതിൻ്റെ മുമ്പിൽ പോയി നിൽക്കേണ്ടി വരും. അത് നിശ്ചയമുണ്ട്. ഞാൻ നിൽക്കും, നിങ്ങൾ നിൽക്കും ന്യായവിധി ദിവസത്തിൽ. അപ്പം ന്യായവിധി ഒഴിവാക്കാൻ പറ്റില്ല. 9-ാമത്തെ അടിസ്ഥാന തത്വം ന്യായവിധിയെക്കുറിച്ച്, ന്യായവിധി തർക്കമറ്റതാണ്. റോമലേഖനം 2-ാം അധ്യായം 6 മുതൽ 11 വരെയുള്ള വേദഭാഗമാണ്. ആദ്യം ആ ഭാഗം ഒന്ന് വായിച്ചു കേൾക്കാം. റോമർ 2:6-11 വരെ. അവൻ ഓരോരുത്തനും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്ക പകരം ചെയ്യും. നല്ല പ്രവൃത്തിക്ക് വേണ്ടുന്ന സ്ഥിരത പൂണ്ട് തേജസ്സും മാനവും അക്ഷതയും അന്വേഷിക്കുന്നവർക്ക് നിത്യജീവനും, മറുവശം ശാഠ്യം പൂണ്ട് സത്യമനുസരിക്കാതെ അനീതി അനുസരിക്കുന്നവർക്ക് കോപവും ക്രോധവും കൊടുക്കും. തിന്മ പ്രവർത്തിക്കുന്ന ഏത് മനുഷ്യാത്മാവിനും കഷ്ടവും സങ്കടവും ആദ്യം യഹൂദനും പിന്നെ യവനനും വരും. നന്മ പ്രവർത്തിക്കുന്നവനും മഹത്വവും മാനവും സമാധാനവും ആദ്യം യഹൂദനും പിന്നെ യവനനും വരും. ദൈവത്തിൻ്റെ പക്കൽ മുഖപക്ഷമില്ലല്ലോ. അപ്പോൾ ദൈവം നമ്മുടെ പ്രവർത്തികൾക്കനുസരിച്ചായിരിക്കും ന്യായവിധി നടത്തുന്നത്. ആരും പറഞ്ഞു കേട്ടിട്ടില്ല. ദൈവത്തിന് മുഖപക്ഷമില്ല. നമ്മുടെ സൗന്ദര്യവും വിദ്യാഭ്യാസ യോഗ്യതയും കുടുംബ മഹിമയും മറ്റൊന്നും ദൈവം പരിഗണിക്കില്ല. നമ്മുടെ പ്രവർത്തികൾക്കനുസരിച്ച്. ഒരുപക്ഷേ പൗലോസിൻ്റെ ഈ ലോമാലയത്തിൽ വളരെ വിവാദപരമായൊരു വേദഭാഗമായിട്ട് ഇത് കണക്കാക്കപ്പെടാറുണ്ട്. പ്രവർത്തികൾക്കടുത്ത് ന്യായവിധി ഉണ്ടാകും. വളരെ നേരിട്ട് തന്നെ വിഷയം അവതരിപ്പിക്കുകയാണ് ആത്മാവ്. നമ്മുടെ പ്രവർത്തികൾക്കനുസരിച്ച് നാം കണക്ക് പറയേണ്ടി വരും. ഇത് ബൈബിളിലെ മറ്റ് പലയിടങ്ങളിലും പലതവണ പറഞ്ഞിട്ടുള്ള ഒരു അടിസ്ഥാന തത്വമാണിത്. ഇരമ്യാ പ്രവാചകൻ്റെ പുസ്തകം 32-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ കാണാം. നീ ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനുമാകുന്നു. ഓരോരുത്തന് അവനവൻ്റെ നടപ്പിനും പ്രവൃത്തികളുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കേണ്ടതിന് നീ മനുഷ്യരുടെ എല്ലാ വഴികളും ദൃഷ്ടി വയ്ക്കുന്നു. ഇപ്പോൾ ദൈവം നമ്മെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നടപ്പിനും പ്രവൃത്തിയുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കേണ്ടതിന്. ഹോസിയ പ്രവാചകൻ എന്ന പ്രവാചകൻ്റെ പുസ്തകത്തിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു,
യഹോവയ്ക്ക് യഹൂദയോടും ഒരു വ്യവഹാരമുണ്ട്. അവൻ യാക്കോബിനെ അവൻ്റെ നടപ്പിന് തക്കവണ്ണം സന്ദർശിക്കും, അവൻ്റെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം അവന് പകരം കൊടുക്കും. നടപ്പിന് തക്കവണ്ണം, പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം ചെയ്യുമെന്നുള്ളത് പൗലോസ് അത് തന്നെയാണ് പറഞ്ഞത്. നാം ഈ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും, അതായത് മോശമായത്, അതിന് തക്കവണ്ണം ദൈവത്തിനറിയാം നാം എന്താ ചെയ്തത്, എന്തുകൊണ്ട് ചെയ്തു, എന്ത് ഉദ്ദേശത്തിൽ ചെയ്തു. ആരും പറഞ്ഞു കൊടുക്കേണ്ട ദൈവത്തോട്. ദൈവത്തിനറിയാം ഞാൻ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു, എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു, ഇതിന് പിന്നിലുള്ള ഉദ്ദേശം എന്തായിരുന്നു, അതിന് തക്കവണ്ണം. അപ്പോൾ ഇത് വിവാദപരമായ വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കുന്നതിന് പകരം ഈ വേദഭാഗം എന്ത് പറയുന്നു നമുക്ക് വ്യക്തമായി പഠിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഇവിടെ കാണുന്നത് 2-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ നീതിയുള്ള വിധിയെക്കുറിച്ച് പരാമർശിച്ചു. അവിടെ പറഞ്ഞു, നീ ദൈവത്തിൻ്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തേക്ക് നിനക്ക് തന്നെ കോപം ചരിതിച്ച് വയ്ക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നീതിയുള്ള വിധി എന്ന വാക്ക് കണ്ടു. അപ്പോൾ അതിനെക്കുറിച്ച് പരാമർശിച്ച ശേഷം ആണ് 6-ാം വാക്യത്തിൽ പറഞ്ഞത്, ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്ക പകരം ചെയ്യും ദൈവം. ഓരോരുത്തരും അവൻ്റെ പ്രവൃത്തിക്ക് തക്ക, കൂടുതലുമാകില്ല കുറവുമാകില്ല. നീതിമാനായ ന്യായാധിപൻ ഓരോ മനുഷ്യരുടെയും പ്രവൃത്തികൾക്ക് തക്ക യോജിച്ച ഉചിതമായ ഫലം കൊടുക്കും. പ്രവൃത്തി എന്ന വാക്ക് ഇവിടെ 6-ാം വാക്യത്തിൽ അവൻ്റെ പ്രവൃത്തി എന്ന വാക്ക് വരുന്നത് പൊതുവായ വാക്കാണ്. ഒരു വ്യക്തി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എന്ന് വേണമെങ്കിൽ അതിനെക്കുറിച്ച് പറയാം. പഴയമത്തിലെ വാക്യമായിരിക്കാം ഒരുപക്ഷെ പൗലോസ് മനസ്സിൽ ഉദ്ദേശിക്കുന്നത്. സങ്കീർത്തനം 62-ാം സങ്കീർത്തനത്തിൻ്റെ 12-ാം വാക്യം സങ്കീർത്തനക്കാരനായ ദാവീദ് ഇങ്ങനെ പറയുകയുണ്ടായി, കർത്താവേ ദയയും നിനക്കുള്ളതാകുന്നു, നീ ഓരോരുത്തന് അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം നൽകുന്നു. സദൃശവാക്യം 24-12 ഇതേ ആശയം നമുക്ക് കാണാം. സദൃശവാക്യം 24 അതിൻ്റെ 12-ാം വാക്യം അവിടെ പറയുന്നത്, ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ എന്ന് നീ പറഞ്ഞാൽ, ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നവൻ ഗ്രഹിക്കുകയില്ലയോ, നിൻ്റെ പ്രാണനെ കാക്കുന്നവൻ അറിയുകയില്ലയോ, അവൻ മനുഷ്യന് പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം കൊടുക്കില്ലയോ. ഞാൻ അറിഞ്ഞില്ല നമ്മൾ പലപ്പോഴും പല കാര്യങ്ങൾ ഒഴികഴിവ് പറയും ന്യായീകരിക്കാനായിട്ട്. ദൈവം നമ്മുടെ ഹൃദയത്തെ തൂക്കി നോക്കിയിട്ട് പറയും, അത് കള്ളമാണ് നീ പറഞ്ഞത്, നീ അറിഞ്ഞു, നീ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞ ന്യായമാണത്. അപ്പോൾ ദൈവത്തിനറിയാം, ദൈവത്തിനുള്ള പ്രവൃത്തികൾക്ക് തക്ക പകരം കൊടുക്കും. പഴയമത്തിലും പുതിയമത്തിലും ഉടനീളം കാണാൻ കഴിയുന്ന വിഷയം ഈ തത്വം. കർത്താവ് യേശുക്രിസ്തു പുതിയമത്തിൽ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ 27-ാം വാക്യത്തിൽ ക്രിസ്തു ഇപ്രകാരം പറഞ്ഞു, മനുഷ്യപുത്രൻ തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ തൻ്റെ ദൂതന്മാരുമായി വരും, അപ്പോൾ അവൻ ഓരോരുത്തനും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം നൽകും. 2 കൊരിന്ത്യർ 5:10 പൗലോസ് പറഞ്ഞു, അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തതിന് തക്കവണ്ണം കിട്ടും. വെളിപാട് 20-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ ആബാലവൃത്തം പുസ്തകങ്ങൾ തുറന്നു, ഓരോരുത്തർ ചെയ്ത പ്രവൃത്തികൾ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, അതനുസരിച്ച് വിധിയുണ്ടായി. ഇപ്പോൾ ഒരു പണ്ഡിതൻ പറഞ്ഞ പോലെ നമ്മുടെ ഓരോ പ്രവൃത്തികളും ഒരു വിത്ത് പോലെയാണ്. നമ്മൾ ഓരോ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ഒരു വിത്ത് ഇടുകയാണ്, പിന്നീട് അത് കൊയ്യും. നമ്മൾ വിതച്ചത് തന്നെ കൊയ്യും. അപ്പോൾ റോമാലേഖനം 2-ാം അധ്യായത്തിൻ്റെ 7-8 വാക്യങ്ങളിൽ പൗലോസ് ഈ വിഷയത്തെ വിശദീകരിക്കും, ഈ വിഷയത്തെ വികസിപ്പിക്കുകയാണ്. അപ്പോൾ 6-ൽ കണ്ടു, അവൻ ഓരോരുത്തരും അവൻ്റെ പ്രവൃത്തിക്ക് തക്ക പകരം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് 7-8 വാക്യങ്ങളിൽ അതിനെ വിശദമാക്കുകയാണ്. അപ്പോൾ അവിടെ നന്മ പ്രവർത്തിക്കുന്നവരെക്കുറിച്ച് ആദ്യം പറയും. ഇപ്പോൾ പ്രവൃത്തിയാണ് മാനദണ്ഡമെങ്കിൽ ആദ്യം നന്മ പ്രവർത്തിക്കുന്നവർ. നല്ല പ്രവൃത്തിക്ക് വേണ്ട സ്ഥിരത പൂണ്ട് തേജസ്സും മാനവും അക്ഷതയും അന്വേഷിക്കുന്നവർക്ക് നിത്യജീവൻ, അതൊരു കൂട്ടർ. മറുവശത്ത് സാഠ്യം അന്വേഷിക്കുന്നവർക്ക്, അല്ലെങ്കിൽ സാഠ്യം പൂണ്ട് സത്യമനുസരിക്കാതെ അനീതി അനുസരിക്കുന്നവർ, അവർക്ക് കോപവും ക്രോധവും. ഇപ്പം പ്രവൃത്തികളെ വെളിപ്പെടുത്തുന്നു, പ്രവൃത്തികളുടെ ഫലത്തെ വെളിപ്പെടുത്തുന്നു. ആദ്യമായിട്ട് നന്മ പ്രവർത്തിക്കുന്നവർ, നല്ല പ്രവൃത്തിക്ക് വേണ്ട സ്ഥിരത പൂണ്ട് നല്ല പ്രവൃത്തി ചെയ്യുന്നവരെ അവർക്ക് ദൈവം കൊടുക്കുന്ന എന്താണ്? അവർക്ക് സ്ഥിരതയുണ്ട്. ഒരു കാര്യം ചെയ്ത് അവസാനിപ്പിക്കില്ല. ആ നല്ല പ്രവൃത്തി ജീവിതത്തിൽ തുടർന്ന് ചെയ്യാനുള്ള സമർപ്പണമുള്ളവർ. അവരെന്താ അന്വേഷിക്കുന്നത്? 3 കാര്യങ്ങൾ. അവരന്വേഷിക്കുന്ന 3 കാര്യങ്ങൾ എന്തൊക്കെയാണ്? തേജസ്സും മാനവും അക്ഷയതയും. 3 കാര്യങ്ങളും അന്വേഷിക്കുന്നത് തേജസ്സും മാനവും അക്ഷയതയും. അതന്വേഷിക്കുന്ന ജീവിതമുള്ളവർക്ക് ചെയ്യുന്നതെല്ലാം ദൈവത്തിൻ്റെ മഹത്വവും ദൈവത്തിൻ്റെ തേജസ്സും, അതായത് ദൈവത്തെ മറ്റുള്ള അറിയാൻ കാണാൻ ഇടവരുന്ന തരത്തിൽ അവിടെ എല്ലാ ശുശ്രൂഷകളും അവർ നിറവേറ്റുമ്പോൾ, ജീവിതത്തെ ക്രമീകരിക്കുമ്പോൾ ദൈവർക്ക് പകരം കൊടുക്കുന്ന എന്താണ്? നിത്യജീവൻ.
ദൈവം അവർക്ക് പകരം കൊടുക്കുന്നത് നിത്യജീവനാണ്. അതുകൊണ്ട് അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രവൃത്തികളും അവർ സംസാരിക്കുമ്പോഴും ചിന്തിക്കുമ്പോഴും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഈ 3 വിഷയങ്ങളുടെ മുമ്പിലുണ്ട്: തേജസ്സും മാനവും അക്ഷയതയും. അതുകൊണ്ട് ദൈവം അവർക്ക് കൊടുത്ത പകരം നിത്യജീവൻ. ഇതിന് മറുവശത്ത് ഒരു കൂട്ടരെ കാണിച്ചു തരും. സാഠ്യം പൂണ്ട്. സാഠ്യം പൂണ്ടിട്ട് എന്ത് ചെയ്യുന്നു? സത്യം അനുസരിക്കാതെ അനീതി അനുസരിക്കുന്നവർക്ക് അവർക്ക് കിട്ടുന്ന എന്താണ്? കോപവും ക്രോധവും. അവർക്കും കിട്ടും പ്രതിഫലം, കോപവും ക്രോധവും. അപ്പം ആദ്യത്തെ കൂട്ടർ ദൈവത്തിലുള്ള ബന്ധം അന്വേഷിക്കുന്നവരാണ്, ബന്ധത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്, ബന്ധം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുന്നവരാണ്. ഒരു വ്യക്തിപരമായ നേട്ടത്തിന് വേണ്ടി ഒന്നുമല്ല ചെയ്യുന്നത്. മറ്റേ കൂട്ടർ വ്യക്തിപരമായ നേട്ടം, സാഠ്യം പൂണ്ട്. ഇംഗ്ലീഷിൽ പറയുന്ന വാക്ക് വളർച്ചുകൂടി വ്യക്തമായിട്ട് പറയും: സെൽഫിഷ് അംബീഷ്യസ്. സ്വാർത്ഥമായ ഉയർച്ചയ്ക്ക് വേണ്ടി ജീവിക്കുന്നവർ. അവർ മറ്റുള്ളവരെ ശ്രദ്ധിക്കുന്നില്ല. അവർ മറ്റുള്ളവർക്ക് അവരെ കൊണ്ട് ഒരു പ്രയോജനവുമില്ല. അവർ സ്വന്തമായ ലക്ഷ്യം മാത്രം, വ്യക്തിപരമായ മഹത്വം, വ്യക്തിപരമായ നേട്ടം, മറ്റുള്ളവർക്ക് എന്നെ അഭിനന്ദിക്കണം, അതുമാത്രമേ ഉള്ളൂ. ദൈവമുള്ള ബന്ധം അവർക്ക് ആഗ്രഹമില്ല. പക്ഷെ മറ്റേവർ ദൈവത്തിൻ്റെ അംഗീകാരം, ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ സാന്നിധ്യം, അതാണ് അക്ഷയത. എനിക്ക് എന്ന് ദൈവസന്നിധിയിൽ വസിക്കണം, ഈ ലോകം വിട്ടു പോയാലും ദൈവസന്നിധിയിലേക്ക് വസിക്കണം. അക്ഷയത, ക്ഷയിക്കാത്ത അവസ്ഥ, ദൈവത്തിൻ്റെ സാന്നിധ്യം, ഈ ദൈവത്തിൻ്റെ അപ്രൂവൽ, ദൈവത്തിൻ്റെ അംഗീകാരം എനിക്ക് എല്ലാ കാര്യത്തിലും വേണം. മാനമെന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നു ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ദൈവം മറ്റുള്ളവർക്ക് അറിയപ്പെടണം, ദൈവത്തെ മറ്റുള്ളവർക്ക് കാണാൻ കഴിയണം. അതാണ് തേജസ്. തേജസ്സും മാനവും അക്ഷതയും. യോഹന്നാൻ 18:3 ക്രിസ്തു പ്രാർത്ഥന പറഞ്ഞു: പിതാവേ, ഏകസത്യതയുമായി നിന്നെയും നീ അനുസരിക്കുന്ന യേശുക്രിസ്തുവിനെ അറിയുന്നതിന് നിത്യജീവൻ. ദൈവത്തെക്കുറിച്ചുള്ള അറിവുണ്ട് ഇവർക്ക്. അവരുടെ ജീവിതമെല്ലാം ആ പ്രവൃത്തികൾക്കായി കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. എന്താണ് ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമെന്ന് തിരിച്ചറിയാം. ലോകത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ വെട്ടിപ്പിടിക്കുക എന്നുള്ളതല്ല, അതുവഴി ദൈവം നഷ്ടപ്പെടുക. ലോകത്തിലെ പലയിടങ്ങളിൽ യാത്ര ചെയ്യുക, ജോലിക്ക് വേണ്ടി ഓടി നടക്കുക, പക്ഷെ ദൈവത്തെ ഉപേക്ഷിക്കുക. എന്ത് നേടി? വാസ്തവത്തിൽ ഒന്നും നേടിയില്ല. മൂല്യനിർണയത്തിൽ അവർ പരാജയപ്പെട്ടു. ഏതിനാണ് മൂല്യം കൊടുക്കേണ്ടത്, ഏതാണ് പ്രാധാന്യമുള്ളത് എന്ന് തിരിച്ചറിയാൻ പരാജയപ്പെടുന്നു. അപ്പോൾ ഇവരെ സംബന്ധിച്ച് പറയുമ്പോൾ ആദ്യത്തെ കൂട്ടം 7-ാം വാക്യത്തിൽ നല്ല പ്രവൃത്തിക്ക് വേണ്ടുന്ന സ്ഥിരത പൂണ്ട്. ഇവിടെ ഉപയോഗിക്കുന്ന വാക്ക് സ്ഥിരത പൂണ്ടെന്നാണ്. ഒരിക്കലും ഒരു നന്മ ചെയ്ത് പിന്നെ അവസാനിപ്പിക്കുകയല്ല. ഇവിടെ സ്ഥിരത എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഏത് പ്രതികൂലത്തിൻ്റെ സമ്മർദ്ദത്തിൻ്റെ നടുവിലും ഉറച്ചു നിൽക്കാനുള്ള കഴിവ്. നാം നന്മ ചെയ്യാൻ തുടങ്ങുമ്പോൾ സമ്മർദ്ദങ്ങളുണ്ടാകും, നിരാശപ്പെടുത്തുന്ന, നിരുത്സാഹപ്പെടുത്തുന്ന സാഹചര്യങ്ങളുണ്ടാകും. മറ്റൊരു കളിയാക്കുക, ഉപദ്രവിക്കുക, അപമാനിക്കുക. അതിൻ്റെ നടുവിലും സ്ഥിരതയോടെ നന്മ ചെയ്തുകൊണ്ടിരിക്കുക. ഇതാണ് ഇവരുടെ ഗുണം. സമ്മർദ്ദമുണ്ട്, പരിഹസിക്കുന്ന ആൾക്കാർ. ഇപ്പോൾ നോഹയുടെ കാലത്ത് നോഹ പെട്ടകം ഉണ്ടാക്കിയപ്പോൾ തീർച്ചയായും നാട്ടുകാർ കളിയാക്കിയിരിക്കും, പരിഹസിച്ചിരിക്കും. പക്ഷെ നോഹ സ്ഥിരതയോടെ തന്നെ ഏൽപ്പിച്ച ദൗത്യത്തിൽ മുന്നോട്ട് പോയി. ഒരു പട്ടാളക്കാരെ കുറിച്ച് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത് പ്രതികൂലത്തിൻ്റെ, ബുദ്ധിമുട്ടിൻ്റെ, സങ്കടത്തിൻ്റെ, കഷ്ടപ്പാടുകളുടെ, പട്ടേൻ്റെ നടുവിലും തൻ്റെ ലക്ഷ്യത്തിൽ മുന്നോട്ട് പോകും. യുദ്ധം ചെയ്ത് മുന്നോട്ട് തന്നെ പോകും. അതേപോലെ സ്ഥിരത പൂണ്ട്. 8-ാമത്തെ വാക്യത്തിൽ പൗലോസ് പക്ഷേ അതേ സമയത്ത് അവതരിപ്പിച്ചത് സാഠ്യം പൂണ്ട മനുഷ്യരെക്കുറിച്ചാണ്. സത്യമനുസരിക്കാതെ അനീതി അനുസരിക്കുന്നവർ. ഒരു സ്വാർത്ഥ താല്പര്യം മാത്രം, സത്യമനുസരിക്കാൻ തയ്യാറല്ല. അനീതിയാണ് അവരുടെ ജീവിതം. അവർ കിട്ടാൻ പോകുന്നത് എന്താണ്? കോപവും ക്രോധവും. ഒരു മത്സര സ്വഭാവമുള്ളവർ. സാഠ്യം പൂണ്ടവർ എന്ന വാക്ക് ഒരുപക്ഷെ നമുക്ക് വലിയ സുപരിചിതമായിരിക്കില്ല. വാക്ക് സാഠ്യം പൂണ്ട്, സ്വന്തമായ തീരുമാനം മാത്രം. അത് അവരെ തന്നെ തരം താഴ്ത്തും. ഒരു നേട്ടത്തിന് വേണ്ടി, ഒരു ലാഭത്തിന് വേണ്ടി, നേട്ടത്തിന് വേണ്ടി, സമ്മാനത്തിന് വേണ്ടി സ്വയം തരം താഴ്ത്തുന്ന അവസ്ഥ. നീചമായ സ്വാർത്ഥ താല്പര്യം. അവർക്ക് ഈ കാര്യം നേടിയാൽ മതി. അതിന് ഏത് തരം താഴ്ന്ന ജീവിതത്തിനും തയ്യാറാണ്. യവന തത്വചിന്തകൻ അരിസ്റ്റോട്ടിൽ ഉപയോഗിച്ച വാക്കിങ്ങനെയാണ്. അത് രാഷ്ട്രീയക്കാരെക്കുറിച്ച് ഉപയോഗിച്ചു. സ്വന്തം നേട്ടത്തിന് വേണ്ടി മാത്രം ഈ വേഷമെടുത്തിട്ടവർ. സമൂഹത്തിൻ്റെ, പൊതുജനത്തിൻ്റെ നന്മ അവർക്ക് വിഷയമേ അല്ല. അവരെക്കുറിച്ച് ഉപയോഗിക്കുന്ന വാക്കാണ് സാഠ്യം പൂണ്ടവർ. ഒരു സത്യം അനുസരിക്കില്ല, അനീതിയാണ് അവർ അനുസരിക്കുന്നത്. അപ്പോൾ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവ പദ്ധതിയാണ് സത്യം. എങ്ങനെ നാം ജീവിക്കണമെന്നുള്ള ദൈവ വെളിപാടാണ് സത്യം. അതനുസരിക്കാൻ തയ്യാറല്ല. ദൈവത്തിൻ്റെ നിയമങ്ങൾ അനുസരിക്കാൻ തയ്യാറല്ല. അവർ ദുഷ്ടതയുടെ ദാസന്മാരായി മാറുകയാണ്. പക്ഷെ അവർ കിട്ടുന്ന പ്രതിഫലം എന്താണ്? കോപവും ക്രോധവും. കോപവും ക്രോധവും 2 വാക്ക്, രണ്ടും ദേഷ്യം എന്നതിന് ഉപയോഗിക്കുന്ന 2 വാക്കാണ്. പക്ഷെ ഇവിടെ ഈ വാക്ക് ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ദൈവത്തിൻ്റെ ജ്വലിക്കുന്ന ദേഷ്യം ഈ ജീവിതങ്ങളുടെ മേൽ വരുന്നുവെന്നാണ്.
ആ ദൈവത്തിൻ്റെ ജ്വലിക്കുന്ന ദേഷ്യത്തിൻ്റെ ആ വലിയ ഭയാനകമായ അവസ്ഥ കാണിച്ചു തരാനാണ് ഈ വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത്. അന്ത്യനാളിൽ ഇങ്ങനെയുള്ളവരുടെ മേൽ ദൈവത്തിൻ്റെ കോപം തിളയ്ക്കും. പിന്നെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ തള്ളിക്കളഞ്ഞു. സ്വന്തം നേട്ടവും സ്വന്തം ലക്ഷ്യം, സ്വന്തം മാനവും സ്വന്തം കയ്യടി മാത്രം ലക്ഷ്യമിട്ടു അവർ ദൈവത്തിൻ്റെ കോപം സ്വീകരിക്കും അന്ത്യനാളിൽ. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 10-31 വാക്യത്തിൽ എബ്രായ ലേഖനം ഇങ്ങനെ ഒരു പ്രയോഗം അവതരിപ്പിക്കും. എന്താണ് എബ്രായ ലേഖനം പറഞ്ഞത്? ജീവനുള്ള ദൈവത്തിൻ്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരം. ഇപ്പോൾ റോമലേഖനം 2-7 വാക്യങ്ങളിൽ പൗലോസ് 2 വിധം മനുഷ്യരെ കാണിച്ചു. 2 ലക്ഷ്യമുള്ളവർ. ഒരു കൂട്ടർ എന്താണ് ലക്ഷ്യം? അവരുടെ ദൈവം. അവർ ദൈവത്തെ അന്വേഷിക്കുന്നവരാണ്. മറ്റു കൂട്ടരോ സ്വയം അന്വേഷിക്കുന്നവരാണ്, സ്വയത്തെ തേടുന്നവരാണ്. അവർക്ക് വേണം, എനിക്ക് വേണം, എനിക്ക് വേണ്ടി. മറ്റേ വ്യക്തി ദൈവത്തെ തേടുന്നു. ഞാൻ ചെയ്യുന്നതിൽ ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ തേജസ്, നിത്യമായ ദൈവത്തിൻ്റെ സാന്നിധ്യം അത് തേടുന്നു. ഇവരുടെ പ്രവൃത്തികളും വ്യത്യസ്തമാണ്. ഒരു കൂട്ടർ നന്മ ചെയ്യുന്നു, മറ്റു കൂട്ടർ ദുഷ്ടത ചെയ്യുന്നു. അവസാനം കിട്ടാൻ പോകുന്ന അവസ്ഥകളും 2ആണ്. ഒരു കൂട്ടർക്ക് നിത്യജീവൻ കിട്ടും, മറ്റേ വ്യക്തികൾ ദൈവത്തിൻ്റെ കോപവും ക്രോധവും കിട്ടും. ശ്രദ്ധിക്കുക, ഇവിടെ 2 സാധ്യതകളേ ഉള്ളൂ. 2 വഴി, 2 അവസ്ഥകളേ ഉള്ളൂ. മധ്യത്തിൽ മറ്റൊരു വഴിയില്ല. ഇതിൽ ഒന്നിലും പെടാത്ത കുറച്ച് പേർ, അങ്ങനെയൊന്നില്ല. ഒന്നുകിൽ സത്യം അന്വേഷിക്കുന്നവർ. 2-ാം അധ്യായം വെളിപാട് റോമലേഖനം 2-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം പറയുന്നത് നല്ല പ്രവൃത്തിക്ക് വേണ്ടുന്ന സ്ഥിരത പൂണ്ട തേജസ്സും മാനവും അശ്വതയും അന്വേഷിക്കുന്ന ഒരവസ്ഥ. മറുവശത്ത് സാഠ്യം പൂണ്ട സത്യമനുസരിക്കാതെ അനീതി അനുസരിക്കുന്ന അവസ്ഥ. 2ന് ഇടയ്ക്കൊരവസ്ഥയില്ല. ഞാൻ ഈ കൂട്ടത്തിൽ 2ലും പെടില്ല എന്ന് പറയാൻ പറ്റില്ല, ഒരിക്കലും പറ്റില്ല. സ്ഥിരതയില്ലാത്ത, നല്ല പ്രവൃത്തിയില്ലാത്ത, തേജസ്സും മാനവും അശ്വതയും അനുസരിക്കാത്ത ഏവരും 2ാമത്തെ അവസ്ഥയിൽ തന്നെയാണ്. 2ൻ്റെ ഇടയ്ക്കൊരവസ്ഥയില്ല, മിഡിൽ ഗ്രൗണ്ടില്ല. അപ്പോൾ നിങ്ങൾ ഞാൻ ഏതവസ്ഥയിലാണ്? എന്താണ് നമ്മുടെ സ്ഥിരത? എന്തിനു വേണ്ടിയാണ് നമ്മുടെ സ്ഥിരത കാണിക്കുന്നത്? തേജസ്, മാനം, അക്ഷയത, ഇതാണ് നാം അന്വേഷിക്കുന്നത്. ദൈവത്തിന് തേജസ് ഉണ്ടാകട്ടെ. അതായത് നമ്മൾ കൂടുതൽ വെളിച്ചം ദൈവത്തിന് കൊടുക്കുന്നില്ല. ദൂരദർശിനി പോലെ നമ്മുടെ ജീവിതത്തിലൂടെ ദൈവം മറ്റുള്ളവർക്ക് വെളിപ്പെടുക, ദൈവത്തിന് മഹത്വം ഉണ്ടാകുക, ദൈവം നമ്മളെക്കുറിച്ച് സന്തോഷത്തോടെ ചിന്തിക്കാനായിട്ട് വരിക. ആ നിത്യമായ സാന്നിധ്യം നാം അന്വേഷിക്കുക, ആഗ്രഹിക്കുക. ആ ചിന്തയിൽ നമ്മൾ പ്രവർത്തിക്കുക. ദൈവം നമുക്ക് നിത്യജീവൻ തരും. നമ്മളിതാണോ നമ്മുടെ ലക്ഷ്യം? ചിന്തിച്ച് നോക്കുക. തുടരാം നമ്മുടെ അടുത്ത പാഠത്തിൽ കൂടുതൽ ആഴങ്ങളിലേക്ക് ഈ ഭാഗങ്ങളിൽ. ദൈവത്തിൻ്റെ ന്യായവിധിയുടെ വിവിധ വശങ്ങൾ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. താങ്ക് യു.